ഹായ് കുട്ടികളെ, വെൽക്കം ടു ബയോളജി ക്ലാസ്. ഇന്ന് നമുക്ക് പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരു സെൽഫ് അസസ്മെൻറ്റ്, ഒരു സ്വയം വിലയിരുത്തൽ. ഓക്കെ, ദെൻ ടേക്ക് എ പേപ്പർ ആൻഡ് എ പെൻ. ഓക്കെ, ഓൾ ഓഫ് യു റെഡി? ടീച്ചർ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയും. ഉത്തരം എഴുതാനുള്ള സമയം തരും. ആൻസർ സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, ഇഫ് യു ഗെറ്റ് എ കറക്റ്റ് ആൻസർ ഗിവ് എ ടിക്ക് മാർക്ക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ലിസൺ, നോ നീഡ് ടു റൈറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ദ ആൻസേഴ്സ് ഓൺലി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രവർത്തനമാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും അളവ് ക്രമീകരിക്കുന്നത്? വിച്ച് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ? റൈറ്റ് യുവർ ആൻസർ. Did you write the answer? Answer is simple but powerful. Okay, pen down. Answer is photosynthesis or Prakasha Samsleshana. Hope all got tick. Very good. Next question. Question number 2. സസ്യങ്ങളിലെ ഏതു കോശാംഗമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്? In which cell organelle of a plant cell the photosynthesis takes place? Write your answer. Remember, ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെൽ ഓർഗനൽ ആണ്, പിഗ്മെൻറ്റ്സ് അല്ല. Finish? Okay. Check your answer. Answer is chloroplast or ഹരിതകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിതകണത്തിലെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ എഴുതുക. 2 parts in chloroplast which help in the photosynthesis. എഴുതി കഴിഞ്ഞല്ലോ. സീ ദ ആൻസർ. ഗ്രാന ആൻഡ് സ്ട്രോമ. സ്പെല്ലിങ്ങും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ലേൺ ദർ ആർ സം പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന കോശാംഗത്തിൽ വർണ്ണകങ്ങൾ അഥവാ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഈ വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റ്സ് എങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു? യു ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം. സെൻറ്റൻസിലാണ് ഉത്തരം എഴുതേണ്ടത്. ശരി, എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ, ചെക്ക് യുവർ ആൻസർ ഹിയർ. ദേ ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. അവയ്ക്ക് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർണ്ണകങ്ങൾ ഹരിതകണത്തിലെ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സ് ആർ സീൻ? ഓക്കെ, check your answer here. Grana. Next question. ഹരിതകണത്തിലെ ദ്രാവക ഭാഗം ഏത്? Name the fluid part of the chloroplast. Finished? Okay. See the answer. Stroma. Next question. വർണ്ണകങ്ങളുടെ
അഥവാ പിഗ്മെൻസിൻ്റെ പ്രാധാന്യം നാം പഠിച്ചു. എങ്കിൽ പ്രധാനപ്പെട്ട വർണ്ണകങ്ങളുടെ പേരെഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പിഗ്മെൻറ്റ്സ് യു ലേൺ. Check the answers. Chlorophyll A, chlorophyll B, carotene, xanthophyll. എല്ലാവർക്കും കറക്റ്റ് ആക്കിയല്ലോ. ഇതിൽ ഏതു വർണ്ണകത്തിനാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നത്? Among these, which pigments can participate directly in photosynthesis? Write down. എന്താണ് ആൻസർ? ക്ലോറോഫിൽ എ. അങ്ങനെയെങ്കിൽ മറ്റു വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ അഥവാ അസസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയാനുള്ള കാരണമെന്ത്? Why other pigments except chlorophyll A called as accessory pigments? Write in a sentence. Finished? Okay. See the answer. They can absorb sunlight, but they cannot directly participate in photosynthesis. They can transfer the absorbed light to the chlorophyll A. മറ്റു വർണ്ണകങ്ങൾക്ക് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്നു. അവ ക്ലോറോഫിൽ എയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് വർണ്ണകങ്ങൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. എങ്കിൽ ഇനി പ്രകാശ സംശ്ലേഷണത്തിന് മറ്റെന്തെല്ലാം ഘടകങ്ങൾ കൂടി ആവശ്യമുണ്ട്? വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സൺലൈറ്റ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്? റൈറ്റ് ഡൗൺ. കഴിഞ്ഞല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ജലം, മിനറൽസ് അല്ലെങ്കിൽ ധാതുലവണങ്ങൾ, ക്ലോറോഫിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യപ്പെടുകയും ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ സസ്യങ്ങളിലെ ഏതു ഭാഗമാണ് വാതക വിനിമയത്തിന് സഹായിക്കുന്നത്? ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഗ്യാസ് എക്സ്ചേഞ്ച്. റൈറ്റ് ഡൗൺ ദ ആൻസർ. ഫിനിഷ്. സ്റ്റൊമേറ്റ ഓർ ആസ്യരന്ധ്രങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ജലവും ധാതു ലവണങ്ങളും ഇലകളിൽ എത്താൻ സഹായിക്കുന്ന സംവഹന കല ഏത്? ദ കണ്ടക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ദ വാട്ടർ. ഫിനിഷ്. ഓക്കെ, ചെക്ക് യുവർ ആൻസർ. സൈലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ 2 ഘട്ടങ്ങൾ. റൈറ്റ് ദ 2 സ്റ്റേജസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ടൈം ഓവർ. ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സൈറ്റ് ഓഫ് ദ ലൈറ്റ് ഫേസ്? പ്രകാശഘട്ടം ഹരിതകണത്തിലെ ഏത് ഭാഗത്തു നടക്കുന്നു? ഫിനിഷ്. ഓക്കെ, ഗ്രാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സൈറ്റ് ഓഫ് ദ ഡാർക്ക് ഫേസ്? ഇരുണ്ട ഘട്ടം
ഹരിതകണത്തിൽ ഏതു ഭാഗത്ത് നടക്കുന്നു? ഓക്കെ, സ്ട്രോമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To which form light energy is converted during photosynthesis? പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനത്തിൽ പ്രകാശോർജം ഏത് രൂപത്തിലേക്കാണ് മാറ്റപ്പെടുന്നത്? റൈറ്റ് ഡൗൺ. കെമിക്കൽ എനർജി ഓർ രാസോർജം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From which of the following oxygen is released during photosynthesis? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ ഉണ്ടാകുന്നത് ഇനി പറയുന്നവയിൽ ഏതിൻ്റെ വിഘടന ഫലമായാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം. ഓപ്ഷൻസ് ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്. ഇതിൽ ഏതിൻ്റെ വിഘടന ഫലമായാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഓക്കെ, ആൻസർ വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന വൃക്ഷത്തിൻ്റെ പേരെഴുതുക. ഐഡൻറ്റിഫൈ ദ ട്രീ ഇൻ ദിസ് പിക്ചർ. You can write in English or Malayalam. Answer: mangrove trees or കണ്ടൽ സസ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 19. ലോക സമുദ്ര ദിനം എന്ന്? വേൾഡ് ഓഷൻ ഡേ. Write down short answer. Answer is June 8. Last question. Question number 20. See this picture. Identify this personality. Who is this scientist? Write your answer. Answer is Melvin Calvin. Okay, finished our test. Then what about your score? If you got 18 to 20 score, very good. 14 to 17, good. Anyway, improve your score by reappearing this test after learning the unit well. Okay. Now we are going to the second unit. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ആഹാരം അന്നപഥത്തിൽ. ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ്? നിങ്ങൾ പറയേണ്ടത് എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. ഐസ്ക്രീം, പബ്സ്, പേസ്ട്രീസ്, കേക്ക്, ന്യൂഡിൽസ്, ഇങ്ങനെയൊക്കെയല്ലേ? ഇതൊക്കെ വല്ലപ്പോഴും ആകാം. പക്ഷേ നമ്മുടെ ആഹാരം എന്തായിരിക്കണം? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ജീവപ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ലഭിക്കുന്നതിനും ശരിയായ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി നേടുന്നതിനുമൊക്കെ സഹായിക്കുന്നവയായിരിക്കണം. യെസ്, വൈ ഡു വി ഈറ്റ് ഫുഡ്? ടു ഗെറ്റ് energy for our life activities, to get nutrients for our growth and proper health, to get immunity against different diseases. Now itself we are facing a major crisis. What's that? അതെ, ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും നമുക്ക് കാണാൻ കൂടി കഴിയാത്ത ഒരു രോഗാണുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ജാഗ്രതയിലാണ്, അല്ലേ? ഇങ്ങനെയുള്ള രോഗാണുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് മാസ്ക് ധരിക്കുകയും
സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി നേടുന്നതിനുതകുന്ന വിധത്തിലുള്ള ഭക്ഷണം കഴിക്കുകയും വേണം. ടേക്ക് ഹെൽത്തി ഫുഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഓക്കെ.